ഹായ്, ഷെഫ് സീക്രട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഷെഫ് സീക്രട്ടിൽ കേരളത്തിലെ ഒരു ട്രെൻഡി ഫുഡാണ് തയ്യാറാക്കാൻ പോകുന്നത്, കുഴിമന്തി. നമ്മൾ എവിടെ സഞ്ചരിച്ചാലും ഈ വിഭവം ഒട്ടുമിക്ക സ്ഥലത്തും കാണാനാവും. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഈ വിഭവം തയ്യാറാക്കുന്നത് എങ്ങനെയെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കറുവാപ്പട്ട ആവശ്യത്തിന്, ജാതിപത്രി ആവശ്യത്തിന്, ഡ്രൈ ലെമൺ 3 എണ്ണം, മാഗി ക്യൂബ്സ് ആവശ്യത്തിന്, കുരുമുളക് ആവശ്യത്തിന്, ജീരകം ആവശ്യത്തിന്, മല്ലി ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, മട്ടൻ ഫാറ്റ് ആവശ്യത്തിന്, മുളക് പൊടി ആവശ്യത്തിന്, ജീരകശാല അരി 3 കിലോ, അറബിക് മസാല ആവശ്യത്തിന്, സവാള 500 ഗ്രാം, പച്ചമുളക് 10 എണ്ണം, ക്യാരറ്റ് ആവശ്യത്തിന്. ഇനി ഇത് തയ്യാറാക്കുന്ന വിധം നോക്കാം. അതിനായി ആദ്യം ഒരു മിക്സിയിൽ ക്യാപ്സിക്കം, തക്കാളി, സവാള, നാരങ്ങ, ഗ്രീൻ ചില്ലി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെള്ളം എന്നിവ ചേർത്ത് അരച്ചെടുക്കുക. എന്നിട്ട് ഈ കൂട്ട് ചിക്കനിൽ നന്നായി പുരട്ടിയെടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുക. എന്നിട്ട് ചിക്കനിൽ മസാലക്കൂട്ട് നന്നായി പുരളാൻ വേണ്ടി മാറ്റിവെക്കുക. അതിനുശേഷം ഒരു ചെമ്പ് അടുപ്പിൽ വെച്ച് ചൂടാക്കുമ്പോൾ അതിലേക്ക് 100 മില്ലി സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ചൂടാക്കുക. സൺഫ്ലവർ ഓയിൽ ചൂടാകുമ്പോൾ അതിലേക്ക് 500 ഗ്രാം സവാള അരിഞ്ഞതും 10 പച്ചമുളക് കീറിയിട്ടതുമിട്ട് നന്നായി വഴറ്റുക. അതിനുശേഷം അതിലേക്ക് 3 ഡ്രൈ ലെമൺ ഇട്ട് നന്നായി ഇളക്കുക. എന്നിട്ട് അതിലേക്ക് കറുവാപ്പട്ട, ജാതിപത്രി, കുരുമുളക്, ജീരകം, സ്റ്റാർ, മാഗി ക്യൂബ്, വയണയില, മട്ടൻ ഫാറ്റ്, വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ഇട്ട് നന്നായി ഇളക്കുക. അതിനുശേഷം അതിലേക്ക് 100 മില്ലി തൈര് കൂടെ ഒഴിച്ച് വീണ്ടും നന്നായി ഇളക്കുക. അതിനുശേഷം അതിലേക്ക് 1 കിലോ അരിക്ക് 2 ലിറ്റർ വെള്ളം എന്ന കണക്കിൽ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് വീണ്ടും ഇളക്കുക. വെള്ളം തിളച്ചു വരുന്ന സമയം മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കനിൽ ഉപ്പ്, മുളക് പൊടി, കുരുമുളക് പൊടി, വൈറ്റ് പെപ്പർ എന്നിവ ചേർത്ത് തയ്യാറാക്കിയ സ്പെഷ്യൽ മസാല ചിക്കനിൽ നന്നായി പുരട്ടുക. ഈ സമയം വെള്ളം തിളച്ചു വരുമ്പോൾ അതിലേക്ക് 3 കിലോ ജീരകശാല അരിയിട്ട് നന്നായി ഇളക്കുക. അരി വെന്ത് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ക്യാപ്സിക്കം, ക്യാരറ്റ്, ആവശ്യത്തിന് അറേബ്യൻ സ്പെഷ്യൽ മസാല ഇട്ടതിനു ശേഷം റൈസ് തയ്യാറാക്കിയ ചെമ്പ് കുഴിമന്തി അടുപ്പിലേക്ക് വെക്കുക. എന്നിട്ട് അതിന്റെ മുകളിലേക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ വെക്കുക. അതിനുശേഷം അതിനെ ഒരു മൂടി കൊണ്ട് അടച്ചതിനു ശേഷം അതിന്റെ സൈഡ് മാവ് കൊണ്ട് അടച്ചു വെക്കുക. എന്നിട്ട് ഇതിന്റെ കൂടെ കഴിക്കാനുള്ള ചട്നി തയ്യാറാക്കാം. അതിനായി ഒരു മിക്സിയിൽ തക്കാളി, ക്യാപ്സിക്കം, സവാള, പച്ചമുളക്, ഇഞ്ചി, ഗാർലിക് പേസ്റ്റ്, 2 നാരങ്ങയുടെ നീര്, ഉപ്പ്, മുളക് പൊടി, ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് അരച്ചെടുക്കുക. ഇനി കുഴിമന്തിയുടെ സൈഡ് ഡിഷായ ധൂമ തയ്യാറാക്കാം. അതിനായി മിക്സിയിൽ വേവിച്ച ഉരുളക്കിഴങ്ങ്, 3 മുട്ടയുടെ വെള്ള, 2 സ്പൂൺ ഉപ്പ്, ആവശ്യത്തിന് പാൽ, 100 മില്ലി സൺഫ്ലവർ ഓയിൽ കൂടെ ഒഴിച്ച് അരച്ചെടുക്കുക. ഇതോടെ ധൂമം റെഡി. ഈ സമയം കുഴിമന്തിയും റെഡി. കുഴിമന്തി ഇഷ്ടമുള്ളവർ ഈ വിഭവം എന്തായാലും ട്രൈ ചെയ്യണം. ഒപ്പം ഇതുപോലത്തെ രുചികരവും വ്യത്യസ്തവുമായ വിഭവങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കില്ലല്ലോ.